ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നും എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടി ഫ്രീക്വൻസി കൂടിയ സിഗ്നലാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വേവ് ഗൈഡ്സ് യൂസ് ചെയ്യാം, മൈക്രോവേവ് ഗൈഡ്സ് യൂസ് ചെയ്യാം. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കുറച്ചും കൂടിയും പിന്നെ ഇൻഫർമേഷൻ കപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിലും കുറച്ചും കൂടിയും അതായത് കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ. ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത കോസ്റ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. പക്ഷെ നമുക്ക് അതിനുശേഷം വരുന്ന മെയിൻ്റനൻസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ പിന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നതും റിസീവ് ആ ഒരു രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കോസ്റ്റ് ഇഫക്റ്റീവ് ആണ് എന്ത് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനും എന്താണ് ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്നും ട്രാൻസ്മിറ്ററിൽ എന്താണുള്ളത്, റിസപ്ഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. സോ എങ്ങനെയാണ് നമ്മളൊരു ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു സയൻസ്, ഒരു സയൻസിലെ ഒരു പാർട്ടാണ് ഫിസിക്സ്. അപ്പൊ അതിലൊരു പോർഷൻ ആണ് എന്ത് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഒപ്റ്റിക്സിലെ ഒരു ബ്രാഞ്ച് ആണ് എന്ത് ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ലൈറ്റിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ത്രൂ ട്രാൻസ്പാരന്റ് ഡയലക്ട്രിക് വേവ് ഗൈഡ്. നമ്മൾ സാധാരണ മൈക്രോവേവ്സിൽ വേവ് ഗൈഡ്സ് പഠിച്ചിട്ടുണ്ട്, റെക്ടാങ്കുലർ വേവ് ഗൈഡ്, സർക്കുലർ വേവ് ഗൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതെല്ലാം മെറ്റാലിക് അല്ലെങ്കിൽ മെറ്റൽസ് ആണ് അതിന്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആണ് അത് വേവ് ഗൈഡ്സ്. പക്ഷെ നമ്മൾ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫൈബർ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ചാനലിനെയും നമ്മൾ വേവ് ഗൈഡ് എന്നാണ് പറയുക. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ട്രാൻസ്പാരന്റ് ഡയലക്ട്രിക് വേവ് ഗൈഡ് ആണ്. നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഫൈബർ ഒപ്റ്റിക്സ് കേബിൾ എന്ന് പറഞ്ഞു. അപ്പൊ ഫൈബർ ഒപ്റ്റിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. വാട്ട് ഈസ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ? ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഏത് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാണ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ബൈ സെൻഡിങ് പൾസസ് ഓഫ് ലൈറ്റ് ത്രൂ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ. സോ വാട്ട് ഇസ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം ട്രാൻസ്മിറ്റർ ടു റിസീവർ. അല്ലെങ്കിൽ ഒരു പ്ലേസിലായിരിക്കും ട്രാൻസ്മിറ്റർ ഉണ്ടാവുക, വേറൊരു പ്ലേസിലായിരിക്കും, ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കും റിസീവർ ഉണ്ടാവുക. സോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദീസ് ടു എന്റിറ്റീസ് ആർ കോൾഡ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ വെൻ ദ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ ട്രാൻസ്പാരന്റ് ഡയലക്ട്രിക് വേവ് ഗൈഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളുടെ ഇൻഫർമേഷൻ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ആകുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ അങ്ങനെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, മോഡുലേഷൻ ചെയ്യണം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനിൽ ക്യാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ലൈറ്റ് ആണ്. ലൈറ്റ് ആണ് ഇവിടെ എന്ത് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ക്യാരിയർ ആയിട്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ മെസ്സേജ് സിഗ്നൽ അല്ലെ, നമുക്ക് മെസ്സേജ് സിഗ്നൽ ഉണ്ടാകും. അതൊരു ഇലക്ട്രിക് സിഗ്നൽ ആയിരിക്കും, അതായത് ഒരു വീക്ക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിരിക്കും. നമ്മളിപ്പോ സ്പീച്ച് ആണ് നമ്മളുടെ മെസ്സേജ് എങ്കിൽ നമ്മൾ അതിനെ ഒരു കറസ്പോണ്ടിങ് ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഇമേജസ് ആണെങ്കിൽ അതിനെ നമ്മൾ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മുടെ മെസ്സേജ് എങ്കിലും നമ്മൾ അതിന് അനലോഗസ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാകും. ഈ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ ഫീബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും. നമുക്കിത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് പറ്റില്ല, ഇതിന്റെ ഫ്രീക്വൻസി കുറവായിരിക്കും. ഇത് ബേസ് ബാൻഡ് സിഗ്നൽ ആയിരിക്കും. ഓക്കെ, ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള ലോ പാസ് സിഗ്നൽസിനെയാണ് നമ്മൾ ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് പോസിബിൾ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ എങ്ങനെയാണ് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ചെയ്യുന്നത്? നമ്മൾ ഈ സിഗ്നലിനെ ഒരു ഹൈ ഫ്രീക്വൻസി ക്യാരിയറുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ, ഒരു ഹൈ ഫ്രീക്വൻസി ക്യാരിയർ സിഗ്നൽ ആയിട്ട്. ഈ ഹൈ ഫ്രീക്വൻസി ക്യാരിയർ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷന്റെ കേസിൽ ആരാണ്? ലൈറ്റ് ആയിരിക്കും.
സോ ലൈറ്റിന്റെ ഫ്രീക്വൻസി നമുക്കറിയാം ഹൈ ഫ്രീക്വൻസി ഉള്ളതാണ്. നമ്മൾ ഓൾറെഡി സ്പെക്ട്രം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ സ്പെക്ട്രം ഞാൻ കാണിച്ചു തരാം, അതിന്റെ ഫ്രീക്വൻസി റേഞ്ചസും വേവ് ലെങ്തിന്റെ റേഞ്ചസും ഒക്കെ. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള സിഗ്നൽ ആണ് എന്ത്, ലൈറ്റ് എന്നുള്ളത്. ആ ലൈറ്റുമായിട്ട് നമ്മളുടെ മെസ്സേജിനെ മോഡുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്മിഷൻ ചെയ്യുന്നത്. ആ ട്രാൻസ്മിഷൻ മീഡിയമാണ് ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ എന്ന് പറയുന്നത്. ഇനി optical fiber is used by many telecommunication companies to transmit telephone signals, internet communication, കേബിൾ ടെലിവിഷൻ എക്സെട്ര. ഇപ്പൊ OFC യൂസ് ചെയ്യുന്ന ഏരിയാസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ടെലിഫോണിൽ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് ചാനലായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ, നമ്മളുടെ ഡാറ്റ, മെസ്സേജസ്, വോയിസ്, MMS എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് OFC വഴിയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പം കേബിൾ ടെലിവിഷൻ അവരൊക്കെ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ദർ വിൽ ബി എ ട്രാൻസ്മിറ്റർ. അതിനുശേഷം ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മെസ്സേജ് മോഡുലേഷൻ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലേക്ക് നമുക്ക് കൊടുക്കും. ഇതാണ് ചാനലായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ചാനൽ. പിന്നെ നമുക്ക് റീജനറേറ്റേഴ്സ് ഉണ്ടാകും. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആയത് കാരണം അറ്റുനേഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ, സിഗ്നലിന്റെ സ്ട്രെങ്ത് ഒന്നും കുറയാതിരിക്കാനായിട്ട് നമുക്ക് ഇൻ ബിറ്റ്വീൻ ദ ചാനൽ ദർ വിൽ ബി സോ മെനി റീജനറേറ്റേഴ്സ്. റീജനറേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്, ജസ്റ്റ് അത് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നൊന്നുമില്ല. എന്താണോ അത് നമുക്ക് കിട്ടുന്ന സിഗ്നൽ അത് അങ്ങനെ തന്നെ സ്ട്രെങ്ത് കുറയാതെ ക്യാരി ചെയ്യുന്നു. അതാണോ റീജനറേറ്റർ ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ലാസ്റ്റ് റിസീവർ. ഇതാണ് നമ്മളുടെ ഡിറ്റക്ടർ. ഇതാണ് ഒരു സിമ്പിൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇനി നമ്മൾ ഇതിനെ ഒന്നും കൂടി എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ട്രാൻസ്മിറ്ററിൽ എന്തുണ്ടാകും, അതുപോലെ റിസീവറിൽ എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് നോക്കാം. സോ ഡീറ്റെയിൽഡ് ബ്ലോക്ക് ഡയഗ്രാം ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണുള്ളത് നോക്കിയേ. ഒരു ട്രാൻസ്മിറ്റർ സെഷനിൽ നമുക്ക് എന്തൊക്കെയാണുള്ളത്, മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് ഒപ്റ്റിക്കൽ സോഴ്സ് ആണ്. ഇവിടെ നിന്നായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ. ഓക്കെ. പിന്നെ ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ മെസ്സേജ് സിഗ്നൽ ആണ്. നമ്മളുടെ മെസ്സേജ് സിഗ്നൽ എന്തൊക്കെയാവാം, നമുക്ക് ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ മെസ്സേജ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വോയിസ് ആവാം, പിന്നെ എന്താവാം, നമുക്ക് ഡാറ്റ ആവാം, അല്ലെങ്കിൽ വീഡിയോ ആവാം, അല്ലെങ്കിൽ ഓഡിയോ ആവാം. ഇതൊക്കെയാണ് നമ്മളുടെ പ്രാക്ടിക്കൽ മെസ്സേജ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദർ വിൽ ബി ട്രാൻസ്ഡ്യൂസർ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ഡ്യൂസർ ഉണ്ടാകും ഈ ട്രാൻസ്മിറ്റർ സൈഡിൽ തന്നെ. അപ്പൊ അതെല്ലാം അടങ്ങിയിരിക്കുന്ന യൂണിറ്റ് ആണ് എന്താ ഈ ട്രാൻസ്മിറ്ററിൽ ഉണ്ടാവുക. ഇനി എന്ത് ചെയ്യും, ആ കിട്ടുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒരു ഒപ്റ്റിക്കൽ സോഴ്സ് എന്താ ചെയ്യുക, ലൈറ്റ് വേവ്സ് അല്ലെങ്കിൽ ലൈറ്റ് സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്, ഒപ്റ്റിക്കൽ സോഴ്സസ് എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക്കൽ സോഴ്സിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇറ്റ് വിൽ ആക്ട് ആസ് കാരിയർ ഫോർ ദിസ് പെർട്ടിക്കുലർ മെസ്സേജ് സിഗ്നൽ. ഓക്കെ. അപ്പൊ അങ്ങനെ ഈ മെസ്സേജ് ഈ ഒപ്റ്റിക്കൽ സോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ലൈറ്റുമായിട്ട് മോഡുലേറ്റ് ചെയ്ത് നമുക്കൊരു മോഡുലേറ്റഡ് സിഗ്നൽ കിട്ടും. ആ മോഡുലേറ്റഡ് സിഗ്നലിനെ എന്ത് ചെയ്യും, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലേക്ക് കണക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഈ ഇവിടുന്ന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലേക്കുള്ള കണക്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ചെലവ് കൂടിയിട്ടുള്ള കാര്യമാണ്. കണക്ടേഴ്സ് വേണം നമുക്ക്, അത് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ്, ഇനീഷ്യൽ ഇൻസ്റ്റലേഷൻ ചാർജ് എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ് ഈ OFCയിൽ. അങ്ങനെ കേബിളിൽ വരുന്ന ലോസ്ലെസ് കേബിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ഈ കേബിളിൽ നമുക്ക് നമ്മുടെ ഡാറ്റയൊന്നും അറ്റുനേഷനോ ഒന്നും വരാൻ പാടില്ല. പക്ഷെ ഓഫ് കോഴ്സ് ഉണ്ടാകും. ഏത് ചാനൽ ആണെങ്കിലും 100% എഫിഷ്യന്റ് അല്ല, നമുക്ക് ഇതുണ്ടാകും. ആ ലോസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ അസ്യൂം ദിസ് ഇസ് എ ലോസ്ലെസ് OFC ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണെന്ന് വിചാരിക്കാം. ലോസ്ലെസ് ചാനൽ ഞാൻ എഴുതാം. ഓക്കെ. അങ്ങനെ വന്ന് നമ്മളുടെ ഡിറ്റക്ടർ അല്ലെങ്കിൽ റിസീവറിൽ എത്തുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകും, ഒരു ഡിറ്റക്ടർ ഉണ്ടാകും, ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ. അപ്പൊ ഇവിടെ ലൈറ്റ് ആണല്ലോ വരുന്നത്, ലൈറ്റിന്റെ ഫ്രീക്വൻസിയിലുള്ള വേവ് അല്ലേ വരുന്നത്. അപ്പൊ അതിനെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ തന്നെ വേണം. പിന്നെ സിഗ്നൽ റിസീവർ ഉണ്ടാവും. ഇവിടെ ഓൾറെഡി മോഡുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഡിമോഡുലേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ആണ് എന്ത്, സിഗ്നൽ റിസീവർ. അതിനുശേഷം കിട്ടുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മൾ ഏതാണോ ഡെസ്റ്റിനേഷൻ, ആ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യും. ഇതാണ് ഒരു OFCയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ ഇനി ഈ ഒപ്റ്റിക്കൽ സോഴ്സസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വരുന്ന രണ്ടെണ്ണമാണ്. ഫസ്റ്റ് വൺ LED.
ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. രണ്ടാമത്തെ നമുക്ക് വരുന്നത് ലേസർ ആണ്. രണ്ടും നമുക്ക് നോക്കാനുണ്ട്, LED-യും ലേസറും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോട്ടോ ഡയോഡാണ്. ഡിറ്റക്ടർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോട്ടോ ഡയോഡാണ്. ഓക്കെ, നമുക്ക് അവലാൻഷി ഫോട്ടോ ഡയോഡ് ഉണ്ടാകും, PIN പിൻ ഡയോഡ് ഉണ്ടാകും. ഇതൊക്കെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. ആ ബ്ലോക്ക് ഡയഗ്രം എക്സ്പ്ലനേഷൻ നമ്മളിവിടെ ഞാനിപ്പോ പറഞ്ഞു. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് കാരിയർ ആയിട്ട് നമ്മൾ വിസിബിൾ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ സം ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ വിസിബിൾ ലൈറ്റ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നമുക്കറിയാം അല്ലെ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ധാരാളം ഫ്രീക്വൻസി ഉള്ള വേവ്സ് ഉണ്ടാകും. ലൈക്ക് എക്സ്റേ തുടങ്ങി, എക്സ്റേ, ഗാമാറേ അങ്ങനെ തുടങ്ങി, അൾട്രാ വയലറ്റ്, പിന്നെ വിസിബിള്, പിന്നെ ഇൻഫ്രാറെഡ്, പിന്നെ അതുപോലെ മൈക്രോവേവ്സ്, റേഡിയോ വേവ്സ്, AM വേവ്സ്, FM വേവ്സ്, അങ്ങനെ കുറെ ഫ്രീക്വൻസി റേഞ്ചസ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുണ്ട്. അപ്പൊ അതില് ഒരു സ്ഥലത്താണ് നമുക്ക് ലൈറ്റ് ഉള്ളത്. അപ്പൊ ലൈറ്റ് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ തന്നെയാണ് അല്ലെ. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ തന്നെയാണ്. റേഡിയോ വേവ്സിനെയൊക്കെ പോലെ നമ്മൾ സാധാരണ റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. ആ റേഡിയോ വേവ് പ്രൊപ്പഗേഷനിലൊക്കെ എന്താണ് അത്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ റേഡിയോ ഫ്രീക്വൻസി റേഞ്ചസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റിന്റെ ആ ഫ്രീക്വൻസി റേഞ്ചസ് അവിടെയാണ്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജിഗാഹെർട്സ് റേഞ്ചസിലായിരിക്കും അത് വരുന്നത്. ഇനി അതിനുശേഷം എന്ത് ചെയ്യും? നമുക്ക് കാരിയർ കിട്ടി. യൂസിങ് ദിസ് കാരിയർ അല്ലെ, ഇതാണ് നമ്മൾ മോഡുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ ബി മോഡുലേറ്റഡ് ബൈ ദ ഇൻഫർമേഷൻ സിഗ്നൽ ആൻഡ് സെൻഡ് ഓവർ ദ ഫൈബർ ഒപ്റ്റിക് കേബിൾ. ഓക്കെ, ഇനി ദ ഫ്രീക്വൻസി ഓഫ് ദിസ് ലൈറ്റ് ഈസ് എക്സ്ട്രീംലി ഹൈ. ഞാൻ നേരത്തെ പറഞ്ഞു ജിഗാഹെർട്സ് റേഞ്ചിൽ തന്നെയായിരിക്കും നമുക്ക് ഈ ഫ്രീക്വൻസി ഉണ്ടാവുക. ഭയങ്കര കൂടിയ ഫ്രീക്വൻസി ആയിരിക്കും നമുക്ക് ഈ ലൈറ്റിന് ഉണ്ടാവുക. It can be used to accommodate very wide bandwidth of the information and extremely high data rates can be achieved with excellent reliability. അപ്പൊ ഈ ഹൈ ഫ്രീക്വൻസി റേഞ്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിരിക്കും. ബാൻഡ് വിഡ്ത്ത് കൂടുതലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഫ് കോഴ്സ് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് ഈ ചാനലിലൂടെ ക്യാരി ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് IFCയുടെ ഇൻഫർമേഷൻ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ലാർജ് ആയിരിക്കും. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ദ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നതും ഭയങ്കര കൂടുതലായിരിക്കും. 1 gigabits per second ഒക്കെ റേഞ്ച്, ആ ഒരു സ്പീഡിലൊക്കെ നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൽ തന്നെ നമുക്ക് കേബിൾ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഡാറ്റ റേറ്റ് ചെറുതായിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വ്യത്യാസമൊക്കെ വരാറുണ്ട്. എങ്കിലും ജിഗാബിറ്റ്സ് പെർ സെക്കൻഡ് ആ റേഞ്ചിലാണ് നമ്മുടെ ഡാറ്റ റേറ്റ് ഒക്കെ ഏകദേശം ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ആണ് ചെയ്യണമെങ്കിൽ ഉള്ളത്. സോ ഇതാണ് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ മെനി റേസ് ആർ ദർ, ഗാമ റേസ്, എക്സ് റേസ്, യുവിയുടെയും ഇൻഫ്രാറെഡിന്റെയും അൾട്രാ വയലറ്റിന്റെയും ഇൻഫ്രാറെഡിന്റെയും ഇടയ്ക്കാണ് എന്ത് നമ്മുടെ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വിസിബിൾ ലൈറ്റിൽ നമുക്ക് 7 കളേഴ്സ് ആണുള്ളത്. വിബ്ജിയോ എന്ന് പറയും, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഏറ്റവും വേവ് ലെങ്ത് കുറവുള്ളത് വയലറ്റും, ഏറ്റവും വേവ് ലെങ്ത് കുറവുള്ളത് വയലറ്റും, ഏറ്റവും വേവ് ലെങ്ത് കൂടിയത് ഏതായിരിക്കും? റെഡും ആയിരിക്കും. വേവ് ലെങ്ത് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്, നാനോമീറ്ററിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ അറൌണ്ട് 400, 380 to 400 ആണ് നമ്മളുടെ വയലറ്റിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ, ഈ റേഞ്ച് വേവ് ലെങ്ത് ഒക്കെ. അതുപോലെ തന്നെ റെഡിന്റെ 700 to 750 ആണ് ആ റെഡിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. നടുക്ക് വരുന്നതാണ് നമ്മുടെ യെല്ലോയിഷ് ഗ്രീൻ കളർ. അത് ഏകദേശം ഒരു 550 600ന്റെ ഉള്ളിലായിരിക്കും നമുക്ക് നടുക്ക് വരുന്ന കളറിന്റെ. വിബ്ജിയോറിൽ നിങ്ങൾക്ക് അറിയാം, VIBGOYOR അല്ലെ. നടുക്ക് വരുന്നത് യെല്ലോ ഗ്രീൻ കളർ. അപ്പൊ അതിന്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് അറൌണ്ട് 550 നാനോമീറ്റർ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളോട് ആങ്സ്ട്രത്തിൽ ചോദിക്കും. അപ്പൊ അത് നിങ്ങൾ 5500 ആങ്സ്ട്രം. നാനോമീറ്റർ എന്ന് പറയുമ്പോൾ 10 to the power of -9ഉം ആങ്സ്ട്രം എന്ന് പറയുമ്പോൾ 10 to the power of -10ഉം. ഓക്കെ, സോ വയലറ്റിന് ഷോർട്ടർ വേവ് ലെങ്ത് ആയിരിക്കും, റെഡിന് ലോങ്ങർ വേവ് ലെങ്ത് ആയിരിക്കും. അതുപോലെ തന്നെ എനർജി നമ്മൾ പറയുമ്പോൾ എനർജി ഏതിനാണ് ഏറ്റവും കൂടുതൽ? എനർജി കൂടുതലുള്ളത് വയലറ്റിനായിരിക്കും, ലോവർ എനർജി ഉള്ളത് റെഡിനായിരിക്കും. ഇനി ഫ്രീക്വൻസി നമ്മൾ പറയുകയാണെങ്കിലോ, ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ളത് വയലറ്റിനായിരിക്കും, ഫ്രീക്വൻസി ഹയർ ആയിട്ടുള്ളത്. അതുപോലെ ഫ്രീക്വൻസി ഏറ്റവും കുറവുള്ളത് ഏതായിരിക്കും?
റെഡ് ആയിരിക്കും. അപ്പൊ ആ റേഞ്ച് അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്കറിയാം അല്ലെ? എന്താണ്? frequency f is equal to c divided by lambda, where c is the velocity of light. 3 into 10 raised to 8 meter per second ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേവ് ലെങ്ത് അറിയാമെങ്കിൽ, ഇപ്പൊ റെഡ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു 750 നാനോമീറ്റർ ഇടാം ഇൻറ്റു 10 raised to -9. ഈ കിട്ടുന്നതായിരിക്കും ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ബേസിക് എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ട്രാൻസ്മിറ്റർ ഉണ്ട്, പിന്നെ ചാനൽ ഉണ്ട്, പിന്നെ റിസീവർ ഉണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് എന്താണ്, ട്രാൻസ്മിറ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒപ്റ്റിക്കൽ സോഴ്സ് ആണ് അല്ലെ? ഒപ്റ്റിക്കൽ സോഴ്സ് ആണ്. സോ ദ ഫസ്റ്റ് ബേസിക് എലമെന്റ് ഓഫ് എ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് കോമ്പാക്ട് ലൈറ്റ് സോഴ്സ്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ഉള്ള ഒരു ചാനൽ നമുക്ക് വേണം. സോ എ ലോസ്ലെസ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇസ് ദ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ബേസിക് എലമെന്റ്. ദെൻ നെക്സ്റ്റ് റിസീവർ. റിസീവറിൽ നമുക്ക് എന്താണ്, ഈ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ഫോട്ടോ ഡിറ്റക്ടർ വേണം. ഫോട്ടോ ഡിറ്റക്ടർ. സോ ഫോട്ടോ ഡിറ്റക്ടർ ഈസ് ദ തേർഡ് ബേസിക് എലമെന്റ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഈ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. മോഡുലേഷനും ആന്റിനയും ഒക്കെ നമുക്ക് എല്ലാ, വയർലെസ് ആണെങ്കിലാണ് ഇപ്പൊ ആന്റിന വേണ്ടത്. ഇനി വയേർഡ് ആണെങ്കിൽ നമുക്ക് ആ വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ, കണക്ടർ, അതിന് കോമ്പാറ്റിബിൾ ആയിട്ടുള്ള കണക്ടർ, രണ്ട് വയേഴ്സ്, ഇപ്പൊ ഒപ്റ്റിക്കൽ കേബിൾ ആണെങ്കിൽ രണ്ട് ഒപ്റ്റിക്കൽ കേബിൾ ജോയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ ആക്സസറീസ് ലൈക്ക് കണക്ടേഴ്സ്, സ്വിച്ചസ്, കപ്ലർ, മൾട്ടിപ്ലക്സിംഗ് ഡിവൈസ്, അതായത് കുറെ ഡാറ്റാസ് നമുക്ക് ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലക്സർ വേണം. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ, നമ്മുടെ ഡാറ്റ, നമ്മുടെ ഇൻഫർമേഷൻ ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ആംപ്ലിഫയേഴ്സ് വേണം. സ്പ്ലൈസർ വേണം. സ്പ്ലൈസർ എന്തിനു വേണ്ടിയിട്ടാണ്, രണ്ട് ഒപ്റ്റിക്കൽ OFC കേബിൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, സ്പ്ലൈസർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെയുള്ള ആക്സസറീസും ഇതിന്റെ ഭാഗം തന്നെയാണ്. മെയിൻ ആയിട്ട് വരുന്നത് ഈ മൂന്നെണ്ണാണ്. അതിന്റെ കൂടെ നമുക്ക് ഈ ചെറിയ ചെറിയ ആക്സസറീസും നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. ഇനി അടുത്തത് കോമ്പാക്ട് ലൈറ്റ് സോഴ്സ്. ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് എന്ത്, ബേസിക് എലമെന്റ് ആണ് ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ. സോ എങ്ങനെയാണ് നമ്മളൊരു ലൈറ്റ് സോഴ്സ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്, അത് നമ്മളുടെ അപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഡിപ്പെൻഡിങ് ഓൺ ദി അപ്ലിക്കേഷൻസ് ദ ലൈറ്റ് സോഴ്സ് റിക്വയർമെന്റ്സ് മേ വേരി. ഇപ്പൊ നമുക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് കമ്മ്യൂണിക്കേഷനുള്ള, നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് യൂസ് ചെയ്യണേ എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് സോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സോഴ്സ് സെലക്ട് ചെയ്യണം. നമുക്ക് മെയിൻ ആയിട്ട് LED-യും ലേസറുമാണ് ഉള്ളതെന്ന് പറഞ്ഞു. LED-ക്ക് ലോങ് ഡിസ്റ്റൻസ് പറ്റില്ല, കാരണം ഇത് എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് കുറവായിരിക്കും കമ്പയർ ടു ലേസർ. പിന്നെ ലേസറിന് കുറെ പ്രത്യേകതകളുണ്ട്. മോണോക്രോമാറ്റിക് ആണ്, കൊഹിയറന്റ് ആണ്, അതിന്റെ ബീം ഭയങ്കര ശക്തിയുള്ള, ഒരു ഒറ്റ പോയിന്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് നമുക്ക് ലേസർ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ ലോങ് ഡിസ്റ്റൻസിനാണെങ്കിൽ നമ്മൾ ലേസർ സോഴ്സ് യൂസ് ചെയ്യാം. ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് LED യൂസ് ചെയ്യാം. അങ്ങനെ. അപ്പൊ ഡിപ്പെൻഡിങ് ഓൺ ദ ആപ്ലിക്കേഷൻ ദ ലൈറ്റ് സോഴ്സ് ഓൾസോ വേരി. ഇനി നമ്മളുടെ റിക്വയർമെന്റ് എന്ത് വരും, ലൈറ്റ് സോഴ്സിന്റെ റിക്വയർമെന്റ് വേരി എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ, എങ്ങനെയാണ് നമ്മൾ ആ റിക്വയർമെന്റിനെയൊക്കെ പറയുന്നതെന്ന് നോക്കിയേ. ദ റിക്വയർമെന്റ്സ് ഓഫ് ദ സോഴ്സസ് ഇൻക്ലൂഡ്സ് ദ പവർ, ഏതാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പവർ വേണ്ടത്, അതേപോലെ തന്നെ എത്ര സ്പീഡിലാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, എത്ര ജിഗാബിറ്റ്സ് പെർ സെക്കൻഡ് വേണം, ഒരു സെക്കൻഡിൽ എത്ര ഡാറ്റ സെൻഡ് ചെയ്യണം, അതാണ് സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്പെക്ട്രൽ ലൈൻ വിഡ്ത്ത്. സ്പെക്ട്രൽ ലൈൻ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ലൈറ്റ് ആണ് ക്യാരിയർ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി നമ്മളൊരു ഈ ലൈറ്റിൽ നമുക്ക് കുറെ കളേഴ്സ്, കുറെ വേവ് ലെങ്സ് ഉണ്ടാകും അല്ലെ. നമുക്ക് ഒരു ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വൈറ്റ് ലൈറ്റ് ആണ്. അതിന് നമുക്ക് 7 കളേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു പ്രിസം വെച്ചിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഈ സ്പെക്ട്രൽ ലൈൻ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു
കമ്പോണന്റിനെ, ഒരു കളർ കമ്പോണന്റിനെ നമുക്ക് എങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും, അത് എത്ര ഷാർപ്പ് ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു ടെക്നിക്കൽ ടേം ആണ് നമ്മുടെ സ്പെക്ട്രൽ ലൈൻ വിഡ്ത് എന്ന് പറയുന്നത്. അത് എത്രത്തോളം നാരോ ആവുന്നു അത്രത്തോളം നല്ലതാണ്. ലേസറിന് ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. LED ലൈറ്റിന് നമുക്ക് സ്പെക്ട്രൽ ലൈൻ വിഡ്ത് എന്ന് പറയുന്നത് ഭയങ്കര ബ്രോഡ് ആയിരിക്കും. നമുക്ക് നാരോ സ്പെക്ട്രൽ ലൈൻ വിഡ്ത് ആണ് നമുക്ക് അപ്രീഷ്യബിൾ ആയിട്ടുള്ളത്. അത് ലേസർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലേസറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് നാരോ സ്പെക്ട്രൽ ലൈൻ വിഡ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എത്രമാത്രം നോയ്സിനെ അത് അഫോർഡ് ചെയ്യുന്നുണ്ട്. റഗഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, റഗഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഈ ത്രെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഡയലക്ട്രിക് ട്രാൻസ്പാരന്റ് വേവ് ഗൈഡ് എന്ന് പറയുന്നത് വളരെ പൊട്ടിപ്പോവാനും അങ്ങനത്തെയൊക്കെയുള്ള ചാൻസ് ഉള്ളതാണ്. അപ്പൊ നമുക്ക് അതിന്റെ മെറ്റീരിയൽ മാറ്റുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. സോ ആ ഒരു ടേം നമ്മൾ റഗഡ്നെസ് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ്, ടെമ്പറേച്ചർ, ഇതെല്ലാം പാരാമീറ്റർ ആണ്. നമ്മളുടെ ലൈറ്റ് സോഴ്സിന്റെ റിക്വയർമെന്റ് നമ്മൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റേഴ്സ് ആണ് ഇതെല്ലാം. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ലൈറ്റ് സോഴ്സുകളാണ് ഉള്ളത്. ഒന്ന് LED-യും രണ്ടാമത്തത് ലേസർ ഡയോഡും. ഇനി ആദ്യം നമുക്ക് LED-യുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. സോ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന്റെ പ്രത്യേകത എന്താണ്? The emitted light from LED have low bandwidth. LED-യിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ ബാൻഡ് വിഡ്ത് കുറവായിരിക്കും. അതേപോലെ തന്നെ പവറും കുറവായിരിക്കും. ആ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് LED സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ അതിന്റെ സ്പീഡും കുറവായിരിക്കും, ലോ ഡാറ്റ റേറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ലോ ഡാറ്റ റേറ്റ് വേണ്ട അപ്ലിക്കേഷൻസിൽ മാത്രം നമ്മൾ ലൈറ്റ് സോഴ്സ് LED ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഹൈ ഡാറ്റ റേറ്റ് വേണമെങ്കിൽ, ഒരു സെക്കൻഡിൽ നമുക്ക് കൂടുതൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലേസർ സോഴ്സിന് ഓപ്റ്റ് ചെയ്യണം. ഇനി ഈ LED-യിൽ തന്നെ നമുക്ക് 2 ഉണ്ട്. സർഫസ് എമിറ്റിംഗ് LED-യും എഡ്ജ് എമിറ്റിംഗ് LED-യും ഉണ്ട്. ഓക്കെ, സർഫസ് എമിറ്റിംഗ് LED അവിടെ വീണ്ടും റിപ്പീറ്റ് വന്നതാണ്. സർഫസ് എമിറ്റിംഗ് LEDs എന്താണ്? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അതിന്റെ മോഡുലേഷൻ ഫ്രീക്വൻസി നമുക്ക് ഹൈ ഫ്രീക്വൻസിയിലോട്ട് അതിനെ നമുക്ക് മോഡുലേറ്റ് ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ അതിന് സ്പെക്ട്രൽ ലൈൻ വിഡ്ത് എന്ന് പറയുന്നത് ഭയങ്കര ബ്രോഡർ ആയിരിക്കും. അതാണ് സർഫസ് എമിറ്റിംഗ് LED-യുടെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ ബ്രോഡ് സ്പെക്ട്രൽ ലൈൻ വിഡ്ത് ആൻഡ് മോഡുലേഷൻ ഫ്രീക്വൻസിയിലും ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഹൈ ഫ്രീക്വൻസിയിലോട്ടൊന്നും അതിനെ മോഡുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സർഫസ് എമിറ്റിംഗ് LED ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ LED-യുടെ മാനുഫാക്ചറിങ്ങിന്റെ വ്യത്യാസം കൊണ്ടൊക്കെ നമുക്ക് ഡിഫറെന്റ് ലൈറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കുറച്ചും കൂടി നമുക്ക് നാരോവർ ലൈൻ വിഡ്ത് വരുന്നത്, സ്പെക്ട്രൽ ലൈൻ വിഡ്ത് വരുന്നതും അതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി പവറിലൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് എഡ്ജ് എമിറ്റിംഗ് LED യൂസ് ചെയ്യുമ്പോഴാണ്. So we are preferring edge emitting LEDs or diodes. കാരണം എന്താണ്? This LEDs can produce high power and narrower line width capabilities ഉള്ളത് കാരണം നമ്മൾ ഇതാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് compared to surface emitting LED. ഓക്കെ, ഇനി നമുക്ക് ലേസർ എന്താന്ന് നോക്കാം. ലേസർ ഡയോഡ്. ലേസർ ഡയോഡിന്റെ പ്രത്യേകത എന്താണ്? ലേസർ ഡയോഡ് ലോങ്ങർ ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ സോഴ്സ് ആയിട്ട് യൂസ്. ഓക്കെ, നമ്മൾ ഓപ്റ്റിക്കൽ സോഴ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദ ഫസ്റ്റ് ബേസിക് കമ്പോണന്റ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇസ് ഒപ്റ്റിക്കൽ സോഴ്സസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു നമുക്ക് 2 സോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ LED ആണ്. LED ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ലേസർ ഡയോഡ് ആണ്. സോ ലേസർ ഡയോഡിന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴാണ് നമ്മൾ ലേസർ ഡയോഡ് യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോങ്ങർ ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. കാരണം ലേസർ ഡയോഡിൽ നിന്ന് വരുന്ന ലൈറ്റ് വേവ്സ് എന്ന് പറയുന്നത് ഹൈലി മോണോക്രോമാറ്റിക് ആണ്. അതായത് ഒരു സിംഗിൾ ഫ്രീക്വൻസി ഉള്ള ഇതാണ്, ഒരു സിംഗിൾ വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്. അത് വളരെ ഷാർപ്പ് ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ അതിനെ പോയിന്റ് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ പറ്റും. അതുകൊണ്ട് അത് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് എഫിഷ്യന്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും ലേസർ ഡയോഡ് എമിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ സ്പീഡ് അല്ലെങ്കിൽ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഹൈ ഡാറ്റ റേറ്റ് അപ്ലിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ ഹൈ ഡാറ്റ റേറ്റ് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒപ്റ്റിക്കൽ സോഴ്സ് ആയിട്ട് ലേസർ ഡയോഡാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ദ ലൈറ്റ് ഫ്രം ലേസർ ഡയോഡ് ഈസ് ഹാവിംഗ് ഹൈ പവറും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ സ്പെക്ട്രൽ
ലൈൻ വിഡ്ത്ത് എന്ന് പറയുന്നത് നാരോ ആയിരിക്കും. സോ ഈ പ്രോപ്പർട്ടീസ് എല്ലാം കൊണ്ട് തന്നെ ലോങ്ങർ ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ലേസർ ഡയോഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്താണ് ലേസർ ഡയോഡിന്റെ? അതിന്റെ ലൈറ്റ് എന്ന് പറയുന്നത് നോൺ ലീനിയർ ലൈറ്റ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ. അതേപോലെ തന്നെ നമുക്ക് എൻവറോൺമെന്റൽ എഫക്ട്, ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് ലേസർ ഡയോഡിൽ നിന്ന് വരുന്ന ലൈറ്റിനെ അഫക്ട് ചെയ്യും. അപ്പൊ ചിലപ്പോൾ നമ്മളുടെ മെസ്സേജസ് ഒക്കെ ചിലപ്പോൾ ഡിസ്റ്റോർട്ടഡ് ആവാനോ അല്ലെങ്കിൽ അറ്റുനേഷൻ സംബന്ധിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളത് ആവില്ല. അപ്പൊ ആ ഒരു ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ലോങ്ങർ ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് ലേസർ ഡയോഡ് തന്നെയാണ് പ്രിഫറബിൾ ആയിട്ട് ഉള്ളത്.